സോണി ചേട്ടാ, പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഈ ട്രെൻഡ് മാറുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലായാലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയറിലുള്ള ട്രെൻഡുകൾ മാറുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിനെ പറ്റി എന്താ പറയാനുള്ളത്? നമ്മൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ ഈ വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് ശരിക്കും ഞാൻ പണ്ടൊരു പരസ്യം കണ്ടിട്ടുണ്ട്. ആ പരസ്യത്തിൽ ഈ വാന നിരീക്ഷണ മറ്റേ ഉപകരണമില്ലേ, അത് വെച്ചിട്ട് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി ഓർത്തന്നെ ഇങ്ങനെ നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം അവൻ്റെ ഇൻട്രസ്റ്റ് അതാണ്. ഓക്കെ അവ ഒന്ന് വാഷ്റൂമിലേക്ക് ഏറ്റുപോയി. അപ്പം അവൻ്റെ അനിയൻ നേരെ അവിടെ വന്നിരുന്നു. അവൻ നോക്കണത് അപ്പുറത്തെ ഗേൾ ഫ്രണ്ടിനെയാണ്. അപ്പൊ അവന്റെ ഇൻട്രസ്റ്റ് അങ്ങട. ഇതുപോലെ തന്നെ ഞാൻ വേറെ ഒരു പരസ്യം ഇതുപോലെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ആളുകൾ പാൻറ്റൊക്കെ ഇങ്ങനെ കീറിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പഴയ കാലത്ത് ഇത് കീറിയ സാധനം ആരും കാണാണ്ട് മറ്റെന്തോ ഡാനിങ്ങെന്നോ അങ്ങനെ എന്തോ പരിപാടിയൊക്കെ ചെയ്ത് അതങ്ങനെ നടക്കണ കാണാം. അത് പഴയൊരു ട്രെൻഡാണ്. ഇപ്പൊ ട്രെൻഡ് കീറി പാൻറ്റിട്ട് നടക്കലാണ്. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പൊ ഒരു 15 കൊല്ലം 20 കൊല്ലം കൂടുമ്പോ ഈ ട്രെൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിനനുസരിച്ച് നമ്മള് ഈ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ കീറിയ പാൻറ് ഇട്ട് നടക്കണമെന്ന്, നമ്മൾ മനസ്സിലാക്കണം കീറിയ പാൻറ്റാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന്. അതിട്ട് നടക്കാൻ ആൾക്കാരുണ്ടെന്നും അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ജനതയുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് കീറാത്ത പാൻറ് ഇട്ട് നടന്നിട്ട് കാര്യമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ കച്ചവടം നോക്കുന്ന കാലത്ത് കീറാത്ത പാൻറ്റാണ് തയ്ച്ചിരുന്നത്. ഇപ്പൊ കീറിയ പാൻറ് തയ്ച്ചാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കച്ചവടമുള്ളൂ. അതാണ് ട്രെൻഡ്. അപ്പോ ഒരു വയസ്സുള്ളൊരു കുട്ടി 15 കൊല്ലം കഴിയുമ്പോ അവൻ ഒരുവിധം വലുതായി. അപ്പൊ അവന്റെ അഭിരുചിക്ക് അനുസരിച്ച് കാര്യങ്ങൾ മാറ്റും. ഈ മാറ്റുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളും അതിനനുസരിച്ച് നമ്മുടെ ബിസിനസ്സിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ഇതാകെ അങ്ങോട്ട് പൊട്ടിപ്പോകും. നമ്മുടെ സിദ്ധാന്തം പഴയ സിദ്ധാന്തം ഒന്നും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. നാടിന്റെ ട്രെൻഡാണോ ഇപ്പൊ നമ്മുടെ ബേക്കറികൾ, റെസ്റ്റോറൻറ്റുകൾ, സൂപ്പർ മാർക്കറ്റുകൾ ഒക്കെ ഇതിന് ട്രെൻഡ് മാറി. പണ്ട് മറ്റേ എനിക്കൊക്കെ ഓർമ്മയുള്ള കാലത്ത് മറ്റേ കുപ്പിയിലായിരിക്കും എല്ലാ കുക്കീസ് സാധനങ്ങളെല്ലാം ഇങ്ങനെ വെക്കണം. കുപ്പിയിൽ എടുത്തിട്ട് ആ ലഡു ഒക്കെ ഇങ്ങനെ കുപ്പിയിൽ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ പോയി ഭയങ്കര പാക്കിങ്ങില്. അത് കഴിഞ്ഞിട്ട് പിന്നെ കവറിലായി. അതൊക്കെ പോയി ഇപ്പൊ ഭയങ്കര സ്റ്റൈലായിട്ട് പാക്ക് ചെയ്താൽ മാത്രമേ ആൾക്കാർ മേടിക്കുള്ളൂ ബോക്സ് ഒക്കെ. അതെ, പണ്ട് നോൺ AC ബേക്കറികളായിരുന്നു. ഇപ്പൊ അതൊക്കെ പോയി എന്തായി, ക്ലോസ്ഡ് AC ബേക്കറികളായി മാറി. നല്ല ഹൈജീൻ ആയിരിക്കണം, അങ്ങനെയൊക്കെ കുറെ ഇതുകളൊക്കെ വന്നു. ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ചെല്ലണമെങ്കിൽ തന്നെ അതിന്റെ ഹൈജീനാണ് ആദ്യം നോക്കണേ, എത്രത്തോളം ഉണ്ടെന്ന്. അത് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കയറാൻ ആളുള്ളൂ. പഴയ ട്രെൻഡൊക്കെ പോയി. അപ്പൊ ബിസിനസ്സിൽ നമ്മൾ മാറ്റം വരുത്തി കൊണ്ടുവരണം. രാഷ്ട്രീയത്തിൽ എന്നിട്ടാ സംഭവിക്കണേ, ഇപ്പോഴത്തെ ഒരു 15-20 കൊല്ലം കൂടുമ്പോ ഒരു വയസ്സുള്ളവന് 18 വയസ്സായി അവനും ഒരു ഓട്ടാവകാശമുള്ളവനായി മാറി. അപ്പൊ അവന്റെ ചിന്താഗതിക്ക് അനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ ഉയർന്നു വന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക, അവര് തള്ളിപ്പോവും. അപ്പൊ ട്രെൻഡ് എല്ലാ മേഖലയിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ട്രെൻഡിനനുസരിച്ച് ബിസിനസ് ആയാലും കൊള്ളാം, സർവീസ് ആയാലും കൊള്ളാം, പൊളിറ്റിക്സ് ആയാലും കൊള്ളാം, എന്തായാലും നമ്മൾ മാറ്റിയേ പറ്റൂ. അല്ലാണ്ട് നമുക്കിത് എടുക്കാൻ പറ്റില്ല. പിന്നെ സർവീസ് കൊടുക്കുമ്പോൾ എപ്പോഴും എന്ത് വേണം, മറ്റുള്ളവർക്ക് സന്തോഷം വരുന്ന രീതിയിൽ നമ്മൾ സർവീസ് കൊടുക്കണം. ആ സന്തോഷം വന്നാലും പിന്നെയാവും വരല്ലോ. ഞാൻ ഇതുപോലെ തന്നെ പണ്ടൊരു പരസ്യം കണ്ടു. ഒരാൾ വന്നിരുന്നിട്ട് പറയാണ്, ഒരു മേശയം ഇങ്ങനെ വന്നിരുന്നിട്ട് പറയാ, നമ്മുടെ ക്യാപ്റ്റൻ മറ്റേ ഓർഡർ എടുക്കാൻ വരുന്ന ചേട്ടനോട് പറയാണ്, ഒരു മസാല ദോശ എനിക്ക് വേണം എന്ന് പറയണം. അപ്പൊ ഇതിന്റെ ആ സൈഡില് അതിന്റെ കാഷ്യർ ഇരിക്കുന്നുണ്ട്. അയാൾ അവിടെ ഇരുന്നിട്ട് പറയാ, കൂടെ ഒരു ചായയും ഒരു ഉഴുന്നോടെയും കൂടി കൊടുത്തോളൂ ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞു. ഇവന് ഭയങ്കര സന്തോഷമായി. അപ്പൊ എന്തുണ്ടായി, അവൻ അത് കഴിക്കുന്നു. അതൊരു ഇൻഷുറൻസ് കമ്പനിയുടെ പരസ്യമാണ്. പണ്ട് അതിന്റെ അവസാനം അവർ പറയുന്ന ക്യാപ്ഷൻ, നിങ്ങൾ അല്പം നിക്ഷേപിക്കൂ, ഞങ്ങൾ അതിൽ കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം ഞങ്ങൾ തരും. അതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു സാധനമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയ സർവീസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ, വെറുതെ കൊടുക്കാനല്ല ഞാൻ പറയണേ, കിട്ടുകയാണെങ്കിൽ അത് നമ്മുടെ ബിസിനസ്സിന് വളരെ നല്ലതാണ്. അത് ട്രെൻഡിനനുസരിച്ച് രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. എപ്പോഴും ഫ്രീ കൊടുത്തോണ്ട് മാത്രമല്ല നമുക്ക് ബിസിനസ് കിട്ടുക, നല്ല സർവീസ് കൊടുത്താലും ബിസിനസ് കിട്ടും. പൈസ നോക്കാണ്ട് സർവീസ് നോക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് പൈസ പ്രശ്നമല്ല,
അപ്പൊ അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പൊ സ്വിഗ്ഗി ഉണ്ട്. അതിനവര് സർവീസ് ചാർജ് മേടിക്കുന്നുണ്ട്, പ്ലാറ്റ്ഫോം ചാർജ് മേടിക്കുന്നുണ്ട്. നമ്മൾ സ്വിഗ്ഗി ചെയ്യുന്നുണ്ട്. നമുക്കവിടെ കാര്യം നടക്കണം, അത്രേ ഉള്ളൂ. വിളിക്കുന്നുണ്ട്, നമുക്ക് അതിന് കിലോമീറ്ററിന് കാശ് കൂടുതലാണ്, പക്ഷെ അത് നമ്മൾ വിളിക്കുന്നുണ്ട്, നമ്മുടെ സൗകര്യം അതാ, അത്രേ ഉള്ളൂ. അപ്പൊ ഫ്രീ കൊടുത്താലേ നമുക്ക് ബിസിനസ് നടക്കുള്ളൂ എന്ന് പറയുന്നത് വെറുതെയാ. ട്രെൻഡിനനുസരിച്ച് നമ്മൾ നല്ല സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ബിസിനസ് വരും. ഇത്രേ ഉള്ളൂ ഇതിന്റെ കാര്യം. ട്രെൻഡ് ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. ഇത് രാഷ്ട്രീയത്തിലും നോക്കണം, ബിസിനസ്സിലും നോക്കണം, അതുപോലെ തന്നെ ലൈഫിൽ എല്ലാത്തിലും നമ്മൾ നോക്കിയേ പറ്റൂ. നമ്മൾ കുറേയൊക്കെ പിള്ളേർ പറയുന്നത് നമ്മൾ കേട്ടേ നിവൃത്തിയുള്ളൂ. കാരണം അവരുടെ ട്രെൻഡ് മാറി, അവരുടെ ചിന്ത മാറി. ഇപ്പൊ കീറി പാൻറ് ഇട്ട് നടക്കണ്ടെന്ന് നമ്മൾ പിള്ളേരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കുന്നില്ല. അവർക്ക് കീറി പാൻറ്റാണ് അവരുടെ കോൺഫിഡൻസ്. ഞാൻ കേൾക്കില്ല. എന്താ ചെയ്യാ? പക്ഷെ ഞങ്ങളങ്ങനെയല്ല, ഭംഗിയായിട്ട് പാൻറ്റൊക്കെ തയ്ച്ച് തേച്ച ഷർട്ടൊക്കെ ഇട്ട് അങ്ങനെ നടക്കുന്ന ഒരു ട്രെൻഡാണ് ഞങ്ങളുടെ ട്രെൻഡ്. ഞങ്ങൾ പഠിച്ച എന്താ അതാ. പക്ഷെ ഇപ്പൊ എനിക്കൊന്നും കീറി പാൻറ്റിട്ട് നടക്കാന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണ പിള്ളേർ പോകണ്ട് കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. വീട്ടിലെ കഞ്ഞി കുടിക്കാൻ വഴിയില്ലാത്തവരെ ഇറങ്ങി പഴയ കാലത്ത് ഇറങ്ങി പോണോണ്ടാണ് ഇപ്പൊ എന്ത് ചെയ്യണേ, ഇപ്പോഴത്തെ മോഡേൺ പിള്ളേർ ഇറങ്ങി പോണേ. എന്താ ചെയ്യണേ? അതാണ് ട്രെൻഡ്.